കേരളത്തിൽ 2026 പൊതു തെരഞ്ഞെടുപ്പ് സമാപിച്ചിരിക്കുകയാണ്. ഈ 2026 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി സംഭവിക്കാൻ പോകുന്നത് തിരുവല്ല അസംബ്ലി മണ്ഡലത്തിലാണ്. തിരുവല്ലയിൽ അനൂപ് ആന്റണി ജോസഫിന്റെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി. BJP പോലും അവരുടെ ആദ്യ 5 പെടുത്താത്ത ഒരു മണ്ഡലമാണ് തിരുവല്ല. അവരുടെ ആദ്യ 10 മാത്രം ഇടം പിടിച്ചിട്ടുള്ള തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറി നടക്കുന്നത്. BJPയിലോട്ടും NDAയിലോട്ടും നിരവധി ആൾക്കാർ എത്തുന്നുണ്ട് എങ്കിലും കേരളം കോൺക്വർ ചെയ്യാനുള്ള ഒരു നേതൃപാടവം കേരള BJP ഘടകത്തിനോ കേന്ദ്ര നേതൃത്വത്തിനോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. വെയിറ്റ് ഈസ് പ്രൊലോങ്ഡ്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പലരും നിരാശരായി മടങ്ങിയിട്ടുമുണ്ട്. എന്നാൽ തിരുവല്ലയിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായും 3 ഫാക്ടേഴ്സ് എടുത്തു കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി അനൂപ് ആന്റണി തന്നെയാണ് ഇതിൽ ഒന്നാമത്തെ ഘടകമായി വരുന്നത്. അനൂപ് ആന്റണി ഒരു സുപ്രഭാതത്തിൽ തിരുവല്ല സീറ്റ് തെരഞ്ഞെടുത്തയാളല്ല. വർഷങ്ങൾക്ക് മുമ്പേ ഹോംവർക്ക് ചെയ്ത് തിരുവല്ലയെക്കുറിച്ച് പഠിച്ച് തിരുവല്ലയുടെ സാമൂഹികവും സാമുദായികവുമായ എല്ലാ ഘടകങ്ങളും പഠിച്ച് വളരെയധികം ഹോംവർക്ക് ചെയ്ത് തിരുവല്ല സീറ്റ് തിരഞ്ഞെടുത്ത ആളാണ് അനൂപ് ആന്റണി. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലും തിരുവല്ലയിൽ മത്സരിക്കുവാൻ ശ്രമങ്ങൾ നടത്തിയിരുന്ന ഒരാളും കൂടിയാണ് അനൂപ്. രണ്ടാമത്തെ അനുകൂല ഘടകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രിയുടെ തിരുവല്ലയിലെ വരവ് അക്ഷരാർത്ഥത്തിൽ തിരുവല്ലയിലെ ജനങ്ങൾക്കും BJPക്കും NDAയ്ക്കും ഒരു പുത്തൻ ഉണർവാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി തിരുവല്ലയിൽ എത്തുന്നതിന് വളരെ മുന്നേ തന്നെ അനൂപും BJPയും NDAയും വളരെ ഹൈടെക് ആയിട്ടുള്ള പ്രചരണ പരിപാടികൾ തിരുവല്ലയിൽ നടത്തിയിരുന്നു. വളരെ ഹൈടെക് ആയിട്ടുള്ള പ്രചരണ പരിപാടികളായിരുന്നു. ഈ പ്രചരണങ്ങളിൽ അനൂപിന്റെ പല അവകാശവാദങ്ങളെയും മീശമുളക്കാത്ത പയ്യന്റെ വെറും തള്ളുകളായിട്ടാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, RSS മേധാവി മോഹൻ ഭാഗവത്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ ഒറ്റയ്ക്ക് ഒരു മധ്യവർത്തിയുടെയും സഹായം കൂടാതെ നേരിട്ട് കാണാനുള്ള അനുവാദവും അനുമതിയും പ്രാപ്തിയും ഉള്ള ആളാണ് അനൂപ്. തിരുവല്ലയിൽ വന്ന് പ്രധാനമന്ത്രി അനൂപിനെ ചേർത്ത് പിടിച്ചതോടെ തിരുവല്ലയിലെ ജനങ്ങൾക്ക് അത് മനസ്സിലായിരിക്കുകയാണ്. അവസാന നിമിഷങ്ങളിൽ ഡൽഹിയിൽ പിടിപാടുള്ള ഒരു യുവ നേതാവ് തങ്ങളുടെ MLA ആയി വരുന്നതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് നിരവധി ആളുകൾ മുന്നോട്ട് വന്നതും അനൂപിന് ഒരു അനുകൂല ഘടകമായി മാറി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ പ്രധാന ഫാക്ടർ അത് അധികമാരും പരാമർശിക്കാത്ത ഒരു സാമുദായിക ഘടകമാണ്. കേരളം ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ട്. എന്നാൽ ഇലക്ഷൻ വേളകളിൽ ഈ സെക്കുലറിസം ഒന്നും ആരും നോക്കാറില്ല. സമുദായമാണ് അവിടെ പ്രധാനം. സാമുദായികമായിട്ട് തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലെ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി പറയും ഇന്നയാള് ജയിക്കും, ഇന്ന കാരണങ്ങളാണ്. അപ്പൊ അതിനെ കണ്ണിച്ചുകൊണ്ട് എതിരാളി പറയുന്നത് അവിടെ മറ്റേ സമുദായത്തിനാണ് ഭൂരിപക്ഷം, അതുകൊണ്ട് ഇയാളോ ജയിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത്. സമുദായം തിരിച്ചുള്ള ഒരു ചർച്ചകളാണ്. സാമുദായികമായിട്ടാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് വളരെ വളരെ വ്യക്തമാവുകയാണ്. ആലപ്പുഴ ജില്ലയിലെ പരാജയത്തിന് ശേഷം VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ മത്സരിച്ചതും കോന്നിയിൽ മത്സരിക്കുവാൻ ആലോചിച്ചിരുന്നതും ഇങ്ങനെയുള്ള സാമുദായിക ഘടകങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടാണെന്ന് പല മാധ്യമ ചർച്ചകളിലും മാധ്യമ സംഘങ്ങൾ
അവകാശപ്പെട്ടിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കുറച്ച് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുള്ള ഒരു സമുദായമാണ് മലങ്കര കത്തോലിക്ക സമുദായം. ശ്രീ അനൂപ് ആന്റണി മലങ്കര കത്തോലിക്ക സഭാംഗമാണ്. ഈ സമുദായം വില കുറഞ്ഞ രാഷ്ട്രീയ വിലപേശലുകൾ നടത്തിയിരുന്നില്ല എന്നു വേണം ഈ സമുദായത്തിൽ നിന്നും അധികം നേതാക്കൾ ഉണ്ടാകാതിരുന്നത്, മുന്നോട്ട് വരാതിരുന്നതിന്റെ കാരണമെന്ന് നമുക്ക് അനുമാനിക്കാം. ഇവിടെയാണ് അനൂപ് ആന്റണി വളരെ ബുദ്ധിപൂർവം തിരുവല്ല തിരഞ്ഞെടുത്തത്. തിരുവല്ലയിൽ തനിക്കൊരു സ്പേസ് ഉണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ് തിരുവല്ല സീറ്റിലെത്തി നിൽക്കുന്നത്. ഈ സമുദായ വോട്ടുകളും അതോടൊപ്പം തന്നെ ബഹുഭൂരിപക്ഷം ഹൈന്ദവ വോട്ടുകളും, പ്രത്യേകിച്ച് ഈഴവ നായർ വോട്ടുകളും അനൂപിന്റെ പെട്ടിയിൽ വീണു എന്നാണ് അനുമാനിക്കുന്നത്. ആയതിനാൽ തിരുവല്ലയിൽ അനൂപ് ആന്റണി ഒരു അട്ടിമറി വിജയം നേടിയാൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല.